ഈ സ്ത്രീകളെ പറ്റി അനൂപ് മേനോൻ എഴുതിയത്. അനൂപ് മേനോൻ ട്രിവാൻഡ്രം ലോഡ്ജിൽ ആദ്യമായിട്ട് 4 എന്നുള്ളൊരു കാര്യം എഴുതി. അതിനു മുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല. പത്മേന ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി. ട്രിവാൻഡ്രം ലോഡ്ജില് എനിക്ക് തോന്നുന്നു ഓർഗാസം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത്. അങ്ങനെ ഒരു കോയിനേജ്, അത് സ്ത്രീകളാ പറയുന്നത്. അത് ആ സമയത്ത് ശരിക്കും ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക്, കാഴ്ചക്കാർക്ക്. അനൂപ് മേനോൻ എന്നുള്ള എഴുത്തുകാരനല്ല ഞാൻ പറയുന്നത്. എങ്ങനെ അത് എഴുതണം എന്ന് തോന്നി? അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കും, സ്ത്രീകൾ അവരുടെ എന്താ പറയാ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ഓക്കെയാണ്, അത് വളരെ നോർമലാണ്, അത് സംസാരിച്ചാൽ ഓക്കെയാണ്. ആ തോട്ട് എങ്ങനെ കിട്ടി? തോട്ട് കിട്ടുന്നതല്ല, എന്താണ് നമ്മള് ഒരു സ്ക്രിപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ വാട്ട് we see in society or what's getting communicated in society, അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്. അല്ലെ, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമ്മളൊരു CCTV വെച്ചിട്ട് നമ്മുടെ കോമൺ കോൺവെർസേഷൻസ് പറയുന്ന തരം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അപ്പം അതിനപ്പുറം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നമുക്കിപ്പോ ഈ പറഞ്ഞില്ലേ 10 കൊല്ലത്തിന് ശേഷം ഇതിപ്പോ നോർമലൈസ്ഡ് ആയില്ലേ. അതെ. അപ്പൊ അന്ന് അത് നോർമലൈസ്ഡ് ആവും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ വേൾഡ് സിനിമയും അങ്ങനെയായിരുന്നു, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. 1960s ഇപ്പൊ എന്തിനു വേൾഡ് സിനിമ, നമ്മള് സാഹിത്യം ആലോചിക്കുമ്പോൾ ലേഡി ഷാട്ട്ലേസ് ലവർ എന്ന് പറയുന്ന ബാൻഡായിരുന്നു എത്രയോ 100 രാജ്യങ്ങളിൽ. വേർഡ്സ് മാത്രമല്ല, അതായത് ഒരു പ്രഭ്യുവെ, ഒരു ലോർഡസിനെ ഒരു ലേമൻ ഫോർണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അന്ന് അത് അവിടുത്തെ ക്ലർജിക്കാവട്ടെ അവിടുത്തെ റോയൽ ഫാമിലിക്കാവട്ടെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ. സോ ലേഡി ഷാട്ട്ലേസ് ലവർ നൗ ബിക്കേം ഒരു ഹ്യൂജ് റിവ്യൂഡ് ആയിട്ടുള്ള ഒരു നോവലായി മാറിയില്ലേ. സോ അത് അതിലും വന്നിട്ടുണ്ട്. ഐ എം നോട്ട് കമ്പയറിംഗ് മൈ വർക്ക് വിത്ത് ഗ്രേസ്, അതല്ല അതിന്റെ. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സൊസൈറ്റി. നമ്മുടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും പല എഴുത്തുകാരുടെയും കാര്യങ്ങൾ വരുന്നത്. ലോഡ്ജ് കഴിഞ്ഞൊരു 4 years കഴിഞ്ഞിട്ടാണ് ഇതിനെ അങ്ങനെ മറ്റൊരു ദിശയിൽ. പിന്നെ ലോഡ്ജ് വാസ് എ ഹ്യൂജ് സക്സസ് ഓൾസോ. സോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് റെസണേറ്റ് ചെയ്തു. ലോഡ്ജ് ഇത്രയും ആൾക്കാർ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു 100-day ഫിലിമായി മാറില്ല. അപ്പം അത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഷോക്കിന് ശേഷം മേ ബി പീപ്പിൾ ഫൗണ്ട് എ ന്യൂ വേ ഓഫ് സീയിങ് ഇറ്റ്, a new perspective. അതൊക്കെ പിന്നീട് വന്നതായിരിക്കണം. അതിനകത്ത് ഇപ്പൊ ദേവിജത്തിന്റെ ക്യാരക്ടർ അവർക്ക് ഉണ്ടാവുന്ന ഓർഗാസ്മിക് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പത്മ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒട്ടും സന്തോഷമല്ലാത്തൊരു പത്മനെ കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണ്ടം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സർവേനെ പറ്റി മനസ്സിലാക്കി. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു that 70% of women don't attain orgasm, either they are faking it, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പത്മേനെ പറ്റിയിട്ട് പിന്നെ പോയിട്ട് ആലോചിച്ച് നോക്കി, പത്മേലത്തെ ആ ഒരു സന്ദർഭം വളരെ കറക്റ്റ് അല്ലേ എന്ന്. ഇത് അനൂപ് മേനോൻ എഴുതുന്നതും എന്താ പറയാ ഇമാജിനേഷനിൽ നിന്നാണോ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ, എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റിയ? അല്ല, ഓഫ് കോഴ്സ് അതിപ്പോ ഞാനല്ലോ ആദ്യമായിട്ട് എഴുതുന്നത്. നമ്മുടെ ലിറ്ററേച്ചറിൽ ആ മെറ്റീരിയൽ വളരെ ലഭ്യമാണ്. സിനിമയില ഞാൻ പറയുന്നത്. സിനിമയിൽ ഇത് എഴുതാൻ അതൊരു ഗട്ട്സിന്റെ ഇഷ്യൂ ഉണ്ട്. മനസ്സിലായില്ല, അത് തുറന്ന് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. അത് വിത്തൗട്ട് ബീങ് ബോഡി കോൾഡ് ഒരു വെയിലില്ലാതെ മാത്രമല്ല, വിത്തൗട്ട് നമ്മളതിനെ ഒരു റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്ഫെമി ഉണ്ടാവരുത്, അതിനകത്ത് ഒരു നിന്ദ ഉണ്ടാവരുത്. ദർ ഷുഡ് നോട്ട് ബി എ ഹേർട്ട് ഇൻ തിങ്സ്. അതെനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പം ദാറ്റ് ഷുഡ് നോട്ട് ഒരു ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെയോ നമ്മൾ ഒരു ബയസ്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അപ്പൊ എങ്ങനെയാണോ ആണുങ്ങൾ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും റാങ്ക് മേടിച്ചിട്ടല്ല ഒരാൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും അയാളുടെ ഏറ്റവും നല്ലൊരു വക്കീലിനല്ലേ പ്രതീക്ഷിക്കുക, അതിൽ തെറ്റില്ലല്ലോ. പക്ഷെ എന്താ വക്കീലാവാഞ്ഞത്? അങ്ങനെ ഒരു തോട്ടപ്പഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും ഒരാൾ ഫസ്റ്റ് ആവുക, എന്നിട്ട് അയാൾ ഒരിക്കലും വക്കീലാവാണ്ടിരിക്കുക. വിഷ്ണു പറഞ്ഞതിൽ തന്നെ എന്റെ ഉത്തരവുണ്ട്. എല്ലാവരും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാകുമ്പോ ഞാൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അതല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവ്. നമുക്ക് I never wanted to be
ഇറ്റ്സ് എ വെരി നോബിൾ പ്രൊഫഷൻ. ഐ ആക്സി ടു ദാറ്റ്. വക്കീലാവുന്നുള്ള ഇറ്റ്സ് നോട്ട് മീൻ ടാസ്ക്. ഞാനിപ്പം റാങ്ക് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് നല്ല വക്കീലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ മിടുക്കന്മാരെ വക്കീലന്മാർ അങ്ങനെ റാങ്ക് വാങ്ങിച്ച ആൾക്കാരൊന്നും അല്ല. അല്ല. പ്രൊസീജിയറൽ ലോ ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. സോ അത് പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ അത് ട്രൈ ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് എല്ലാ കാലത്തും ഐ വാണ്ടഡ് ടു ബി ഇൻ ദിസ്. അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിലല്ല, ആസ് എ ഫിലിം മേക്കർ ഓർ റൈറ്റർ ഓർ വാട്ട് എവർ കപ്പാസിറ്റി, ഐ വാണ്ടഡ് ടു ബി ഇൻ സിനിമ. ദാറ്റ് വാസ് ഫോർ ഷുവർ. കാരണം അത് നമ്മൾ കുഞ്ഞുകാലത്തെ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ പുസ്തകങ്ങൾ വായിക്കും പോലും നമുക്ക് ഇപ്പോൾ രണ്ടാം മുഴത്തിന്റെ തുടക്കത്തിൽ കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു ക്രെയിൻ ഷോട്ടിൽ ഈ കടലിലൂടെ ഒരു അപ്പുറത്തൊരു പായ്ക്കപ്പലും ഒക്കെ വെച്ചിട്ടുള്ള വിഷ്വല് നമ്മുടെ മനസ്സിലാദ്യം വരിക. ഒരു കലങ്ങിക്കറുത്ത ഒരു കടലും അപ്പുറത്തൊരു പായ്ക്കപ്പലും ഒരു ചെറിയ ഓറഞ്ചിന്റെ ഒരു അകന്നു പോകുന്ന ഒരു സണ്ണിന്റെ ഒരു ഇതും ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരിക. അപ്പം മോർ ദാൻ ബീങ് എ റൈറ്റർ, നമ്മളൊരു മോർ ദാൻ ബീങ് എ എന്താ പറയാ ഒരു വായനക്കാരൻ, യു ആർ ബീങ് എ ഫിലിം മേക്കർ ഇൻ ദാറ്റ് ഇൻസ്റ്റൻസ്. സോ എവറിഥിങ് വാസ് വിഷ്വൽ. From the very beginning, everything was visual. So I had to be in this visual space. ആ മിലിയൊന്ന് മാറിയിട്ട് എനിക്കൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നാനി പൾക്കിയ പോലെ ആയിക്കാൻ ഒരിക്കലുമില്ല. ഞാൻ ഐ വുഡ് ഹാവ് ബീൻ എ ആവറേജ് അഡ്വക്കേറ്റ്. ദാറ്റ്സ് വാട്ട് മാക്സിമം ഒരു ആവറേജ് അഡ്വക്കേറ്റ് മാത്രമേ ആവുള്ളൂ. കാരണം എന്നെക്കാളും മിടുക്കന്മാരായ ഒരുപാട് പേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റാങ്ക് കിട്ടി എന്നുള്ളത് ഓക്കെ, അതൊരു ഈഗോ ബൂസ്റ്റ് ഒന്നും ആവില്ലല്ലോ ഒരിക്കലും, റാങ്ക് കിട്ടി എന്നുള്ളത്. എന്റെ അങ്ങനത്തെ ഒരു ഈഗോ ട്രിപ്സ് ഒന്നും എന്റെ സക്സസുമായിട്ട് ബന്ധപ്പെട്ട അല്ല. എനിക്കൊന്നും തന്നെ എന്റെ ഈഗോ ട്രിപ്സ് അല്ലെങ്കിൽ ഈഗോ ബൂസ്റ്റ് എന്ന് പറയുന്നത് സക്സസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മേ ബി മൈ ഐഡിയ ഓഫ് സക്സസ് ഇസ് വെരി ഡിഫറെന്റ്. അല്ല, അങ്ങനെ ഒരു ഇപ്പം ഞാൻ പറയുന്ന ഒരു ഡെഫിനിഷൻ ഓഫ് സക്സസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരുപാട് സിനിമകൾ ഓടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു ജെനിത്തൽ, ബിക്കോസ് വി ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നത്തിങ് ലൈക്ക് എ ജെനിത്തൽ ഗ്ലോറി അല്ലേ. ഏറ്റവും ഹ്യൂജ് ഹിറ്റ്സ് കൊടുത്ത ഒരു ഷാറൂഖ് ഖാൻ വാസ് റിട്ടൺ ഓഫ് ബിഫോർ അല്ലെ 5 വർഷത്തേക്ക്. സോ ഇതിനൊരു അങ്ങനെ ഒരു എൻഡ് പോസ്റ്ററോ എൻഡ് റിസൾട്ടോ ഒന്നുമില്ല. ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ ആൾക്കാരെ തന്നെ കാണുന്നു. ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ആളെ നമ്മൾ റബ്ബിഷ് ചെയ്യുന്ന കാണുന്നുണ്ട്. സോ ഇതിനൊന്നും തന്നെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ അർത്ഥത്തിലില്ല. പിന്നെന്തിനാണ് ഇതിനു വേണ്ടി വെറുതെ ഹാങ്കർ ചെയ്യുന്നത്? യു മൈറ്റ് ആസ് വെൽ എൻജോയ് യുവർ ലൈഫ് ലൈക്ക് ദിസ്, ബി കണ്ടന്റ്, ഡു യുവർ സ്റ്റഫ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ഐ എം എറ്റേണലി ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സിനിമ തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. I seriously believe, I'm not bluffing, I seriously believe that ഞാൻ ഡിസേർവ് ചെയ്യുന്ന എൻ്റെ ടാലന്റ് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ സ്പേസ് തന്നിട്ടുണ്ട്. സോ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ rather than being egoistic and wanting to be more. ഒന്നാമത്തെ കാര്യം കമ്പാരിസൺ ഐ ഹാവ് കട്ട്. എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന സിനിമ എന്താണെന്ന് ഐ എം നോട്ട് അവെയർ. ഫ്രണ്ട്സ് വരുമ്പോൾ ഇത് പടാ ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലാതെ ഞാനിത് ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഐ റൺ മൈ ഓൺ റേസ്. എൻ്റെ ഓട്ടം ഞാൻ മാത്രം ഓടുന്ന ഒരു ഓട്ടമുണ്ട്. എൻ്റെ ഫിലിംസും അങ്ങനെയാണ്. ഫസ്റ്റ് ഡേ ആൾക്കാർ തള്ളിയിടിച്ച് വന്ന് കയറുന്ന ഒരു സിനിമയും ഞാൻ ചെയ്തിട്ടില്ല. ഐ മീൻ സിംഗിൾ ഹീറോ പടങ്ങൾ. അപ്പൊ എൻ്റെതൊക്കെ ആൾക്കാർ നല്ലതാണെങ്കിൽ അറിഞ്ഞു വന്ന് അത്യാവശ്യം കുഴപ്പമില്ല ദുരുണ്ട് അപ്പുറത്ത് വീഴുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ്. അത് മതി. ഐ എം മോർ ദാൻ ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് ഇതുപോലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സമ്മതിക്കണേ, അത് ഈ യൂണിവേഴ്സ് അത് സമ്മതിക്കണേന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബിഗ് ഹൈറ്റ്സ് ഒന്നും എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല.